ഓഹരി ഇടപാടിൽ ആശങ്ക ഉയർത്തുന്നു പ്രതിപക്ഷവും. MSC കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാർ നിയമലംഘനമാണെന്നും സംശയങ്ങൾ തീർക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ആദ്യ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എന്തോ ചില കാര്യങ്ങൾ നടന്നു എന്നുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. അതിൽ രാഷ്ട്രീയമുണ്ട് ആ പ്രതികരണത്തിൽ. ആ രാഷ്ട്രീയ പ്രതികരണത്തിനപ്പുറം ഈ കരാറിൽ അദാനി എടുക്കുന്ന ഏകപക്ഷീയമായ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണമല്ലേ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും വരുന്നത്? ഈ ഓഹരി ഇടപാട് അദാനി എങ്ങനെ ഈ 49% സർക്കാർ അറിയാതെ കൈമാറുന്നു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഇനി എങ്ങനെ ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത്? റഹീസ്, സ്മൃതി, അതാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം പറഞ്ഞത്. വളരെ നിഷ്കളങ്കമായി കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോളിലല്ല, ഒരു നിയമസഭയിൽ ഈ വിഷയം ഒന്ന് ഉയർന്നു വരട്ടെ എന്ന രീതിയിലാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്യാതെ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്ന ഒരു നിലപാട്, ഒരു രാഷ്ട്രീയ നിലപാട് അപ്പോൾ എടുത്തിരുന്നുമില്ല. പക്ഷേ 25% മുകളിൽ ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ അറിഞ്ഞിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട് എന്ന് പിണറായി വിജയൻ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ പറയുകയും അതിന് VD സതീശൻ മറുപടി നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൂടി മുഖവിലക്കെടുക്കും, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമേ അറിയൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അടിമുടി ഈ വിഷയം രാഷ്ട്രീയ വിവാദമാക്കി. അതിനകത്ത് നേരിട്ട് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ പറഞ്ഞ് അഴിമതിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ് പിണറായി വിജയൻ ചെയ്തത്. എന്ന് മാത്രമല്ല, 25% മുകളിൽ ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. അതായത് സെബിയുമായി ഡീലായി, MSCയുമായി ഡീലായതിനു ശേഷമല്ല സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പിണറായി വിജയൻ ഉന്നയിക്കുന്നതും കണ്ടു. ഒപ്പം ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ സബ്മിഷന് മുമ്പ് ചോദ്യോത്തര വേളയിൽ ഇത് സംബന്ധിച്ച മറുപടി തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ VD സതീശൻ നൽകിയിരുന്നു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായി വന്നാണ് മറുപടി പറഞ്ഞത്. അതായത് ഈ ചോദ്യം വരും, അതിനെന്തുത്തരം നൽകണമെന്ന് VD സതീശൻ പറഞ്ഞത് ഇതേക്കുറിച്ച് നേരത്തെ ധാരണയുള്ളത് കൊണ്ടാണ് എന്ന ആരോപണം കൂടി CPIM ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ വലിയൊരു പ്രധാനപ്പെട്ട പത്രങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ വന്ന ഒരു വാർത്തയായതുകൊണ്ട് അത് ചോദ്യമായോ മറ്റേതെങ്കിലും തരത്തിലോ വരും എന്ന് കരുതി മുൻകൂട്ടി തയ്യാറെടുത്തതാണ് എന്ന മറുപടിയാണ് നൽകുന്നത്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പുറത്ത് പ്രതിഷേധം ഉണ്ടാകും. അതേത് തരത്തിൽ എന്നത് ഇന്നോ നാളെയൊക്കെ ആയിട്ടായിരിക്കും തീരുമാനിക്കുക. ശരി, ഓഹരി വിൽപ്പന നിയമലംഘനം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം.